സൗദിയിലെ റെസ്റ്റോറന്റുകൾക്ക് നിയന്ത്രണവും മാർഗനിർദ്ദേശവും പുറത്തിറക്കുന്നു. സൗദി മുനിസിപ്പൽ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. പുതിയ നിർദ്ദേശപ്രകാരം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉറവിടം സ്ഥാപന ഉടമയ്ക്ക് ട്രാക്ക് ചെയ്യാനാകും വിധം സംവിധാനമുണ്ടാകും. റിയാദിൽ ബോട്ടുലിനം ഉൾപ്പെടെയുള്ള കാരണത്താൽ ഒരാൾ മരിക്കുകയും നിരവധി പേർ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. റിയാദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായ പശ്ചാത്തലം നിലനിൽക്കെയാണ് പുതിയ മാർഗനിർദ്ദേശം. ഇത് പ്രകാരം ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഉറവിടം സ്ഥാപന ഉടമക്ക് ട്രാക്ക് ചെയ്യാനാകും വിധം സംവിധാനമുണ്ടാകണം. വസ്തുക്കളുടെ കാലാവധിയും സപ്ലയറുടെ വിശദാംശങ്ങളും ചോദിക്കുമ്പോൾ ഉടമക്ക് മറുപടി ഉണ്ടാകണം. ഇതിന് സാധിക്കും വിധത്തിൽ സ്ഥാപനത്തിൽ ക്രമീകരണം ഉണ്ടാക്കാനാണ് നിർദ്ദേശം നൽകാൻ പോകുന്നത്. അതായത് ഒരു ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എവിടെ നിന്നും എത്തിച്ചു, ആരാണ് എത്തിച്ചത്, എത്ര അളവിലാണ് നൽകിയത്, ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് സപ്ലൈ ചെയ്തത് ആരാണ്, പാചകം ചെയ്തത് ആരാണ് എന്നതെല്ലാം കൃത്യമായി അറിയും വിധം സംവിധാനമുണ്ടാക്കിയിരിക്കണം. ഈ നിർദ്ദേശം വൈകാതെ റെസ്റ്റോറന്റുകൾക്കും ഭക്ഷണശാലകൾക്കും കൈമാറുമെന്ന് സൗദി ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. റിയാദിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കുന്നത്. റിയാദിലെ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ബോട്ടുലിസം കാരണമാണ് അവശനിലയിലേക്ക് എത്തിയത്. കൃത്യമായി പാചകം ചെയ്യാത്ത ഭക്ഷ്യവസ്തുക്കൾ അടച്ചിട്ട പാത്രങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ വിഷം വമിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടാകും. ബോട്ടുലിനം ടോക്സിൻസ് എന്നാണിത് അറിയപ്പെടുന്നത്. ഇത് കഴിക്കുന്നവർക്ക് ആന്തരികമായ അണുബാധക്കാണ് സാധ്യത. ഇത് തളർച്ചയോ പക്ഷാഘാതമോ മരണത്തിനോ കാരണമാകും. കുപ്പികളിലോ പാത്രങ്ങളിലോ ദീർഘനാൾ സൂക്ഷിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇവയുണ്ടാകാം. സമയപരിധി കഴിഞ്ഞവയിൽ നിന്നും ഇത് സംഭവിച്ചേക്കാമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. റിയാദിൽ ഒരാൾ മരണപ്പെടുകയും 70-ലേറെ പേർ ആശുപത്രിയിലാവുകയും ചെയ്തതോടെ ആരോഗ്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാപനത്തിന്റെ മുഴുവൻ ബ്രാഞ്ചുകളും പൂട്ടിച്ചിട്ടുണ്ട്. മീഡിയ 1 റിയാദ്.